ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിൽ അടച്ചുപൂട്ടപ്പെട്ടതും അസാധ്യവുമായ ഒരു സാഹചര്യത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പ്രവൃത്തികൾ 12 പത്രോസ് ഇതേ അനുഭവത്തിലായിരുന്നു. ഹെരോദ രാജാവ് പത്രോസിനെ ജയിലിൽ അടച്ചു. അവനെ കാക്കാൻ 4 പടയാളികളുടെ സംഘത്തെ നിയോഗിച്ചു. പെസഹയ്ക്കു ശേഷം പത്രോസിനെ പരസ്യമായി വധിക്കുക എന്നതായിരുന്നു ഹെരോദാവിന്റെ ഉദ്ദേശ്യം. ആദിമസഭ മാനുഷികമായി ശക്തിയില്ലാത്തതായിരുന്നു, എന്നാൽ പ്രാർത്ഥനയിൽ ശക്തമായിരുന്നു. പ്രവൃത്തികൾ 12:5 പറയുന്നു, അതിനാൽ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു, എന്നാൽ സഭ അവനുവേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥന നടത്തി. അപ്പോൾ ദൈവം പ്രവർത്തിച്ചു. തടവറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ കാവൽക്കാരെ മറികടന്ന് സ്വയം തുറന്ന ഇരുമ്പ് വാതിലിലൂടെ അവനെ നയിച്ചു. പത്രോസ് പുറത്തായപ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി. പത്രോസ് അതൊരു ദർശനമാണെന്ന് കരുതി. ഈ രക്ഷ വളരെ അത്ഭുതകരമായിരുന്നു. അത് യാഥാർത്ഥ്യമല്ലെന്ന് തോന്നി, പക്ഷേ അത് യഥാർത്ഥമായിരുന്നു. ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. വിടുതൽ അസാധ്യമാണെന്ന് തോന്നുമ്പോൾ ദൈവം ഇറങ്ങി വരും. ദൈവം നേരത്തെ വരണമെന്നില്ല, പക്ഷേ അവൻ ഒരിക്കലും വൈകുന്നില്ല. ദൈവം ദൂതന്മാരെ ഉപയോഗിക്കുന്നു. ദൂതന്മാർ യഥാർത്ഥമാണ്. രക്ഷ അവകാശപ്പെടുന്നവർക്ക് ശുശ്രൂഷക ആത്മാക്കളായി ദൈവം അയച്ചതാണ്. പത്രോസിനെ രക്ഷിക്കാൻ ദൈവം ഒരു ദൂതനെ അയച്ചതുപോലെ അവൻ ഇന്നും ദൂതന്മാരിലൂടെ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ കാണാവുന്നതും ചിലപ്പോൾ കാണാത്തതും.